എക്സ്പെൻസീവ് വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നതും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3% ക്രാഷ് ആയതുമായ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് KP8 ടെക്നോളജി ലിമിറ്റഡ്. KP8 ഇന്ന് 3.4% ഇടിഞ്ഞ് 1789 ക്ലോസിംഗ് നൽകി. 48,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 82.22. 52 വീക്ക് ആയി 1928, 52 വീക്കിലോ 1038. KP8 ടെക്നോളജി ബിലോങ്സ് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് സെക്ടറിൽ വരും സമയങ്ങളിൽ ഡിമാൻഡ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി പ്രഷർ വരാൻ സാധ്യതയുണ്ടെന്നും KP8 ടെക്നോളജി എക്സ്ട്രീം വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് സ്റ്റോക്ക് 38% വരെ ഇടിയാൻ സാധ്യതയുണ്ടെന്നും കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. അതേസമയം KP8 ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ചില ബ്രോക്കേജ് ഫീംസ് പോസിറ്റീവാണ്. ഈ ബ്രോക്കേജ് ഫീം കമ്പനിയുടെ ഹെൽത്തി ഓർഡർ ബുക്കിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് 2100 രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു KP8 ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 52.4% വർദ്ധിച്ച് 204 കോടിയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഈ കമ്പനിക്ക് 39.6 കോടി രൂപയുടെ ഓൺ ടൈം ഇൻകം ഗെയിൻ ലഭിച്ചിരുന്നു. ഇതുകൊണ്ടാണ് കമ്പനിയുടെ പ്രോഫിറ്റ് 204 കോടിക്കടുത്ത് എത്തിയത്. ഓട്ടോമോട്ടീവ് ഫോക്കസ്ഡ് സോഫ്റ്റ്വെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന KP8 ടെക്നോളജി എന്ന കമ്പനിയുടെ റവന്യൂ 24.3% വർദ്ധിച്ച് 1097 കോടിയിൽ നിന്നും 1364 കോടിയിലേക്ക് എത്തിയിരുന്നു. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 17.3% ഉയരുകയും ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $202 മില്യൺ മറികടക്കുകയും ചെയ്തു. KP8 ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇന്നത്തെ ദിവസം 4% ക്രാഷ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ 4% ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് സ്റ്റോക്ക് 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പിൽ നിന്നും സ്റ്റോക്ക് സ്ലിപ്പായിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 4.7% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. എബിറ്റ ക്വാർട്ടർ ടു ക്വാർട്ടർ 60 ബേസിസ് പോയിന്റ് ഉയർന്ന് 17.3% ഉയരുകയും ചെയ്തു. അതേസമയം കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിലും ഇത് പറയുന്നുണ്ട്. കമ്പനിയുടെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും പോസിറ്റീവ് ഔട്ട്ലുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ വരും സമയങ്ങളിൽ ഓട്ടോമോട്ടീവ് സെക്ടറിൽ തന്നെ ഡിമാൻഡ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി പ്രഷർ തുടരാൻ സാധ്യതയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എക്സ്ട്രീംലി എക്സ്പെൻസീവ് വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന KP8 ടെക്നോളജിയുടെ ഏണിംഗ് പെർ ഷെയർ 1 മുതൽ 4% ഇടിഞ്ഞേക്കാം. 2025-27 ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 1 മുതൽ 4% ഇടിവ് വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നത് KP8 ടെക്നോളജി എന്ന കമ്പനിയുടെ ഫെയർ വാല്യൂ 1150 രൂപയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 38% ഡൗൺ സൈഡിലുള്ള ടാർഗറ്റും കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് KP8 ടെക്നോളജിക്ക് നൽകി. KP8 ടെക്നോളജി എന്ന സ്റ്റോക്ക് ഹൈ ഗ്രോത്ത് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. റവന്യൂവിൽ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 4.7% ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഹോണ്ട എന്ന കമ്പനിയുമായിട്ടുള്ള ഡീൽസ് റാമ്പപ്പ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ക്വാർട്ടർ ടു ക്വാർട്ടർ ഗ്രോത്തിലും ഡീൽ വിന്നിംഗ് കേപ്പബിലിറ്റിയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് സൈഡാണ്. ഈ പോസിറ്റീവ് സൈഡുകൾ പരിഗണിച്ച് JM ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ്, അതായത് 2140 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. KP8 ടെക്നോളജി അതിൻ്റെ എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ESOP സ്കീമും കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ ബെറ്റർ മാർജിൻ ESOP എക്സ്പെൻസിനെ അബ്സോർബ് ചെയ്തെന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. JM ഫിനാൻഷ്യൽ കൂടാതെ മറ്റു ചില റിസർച്ച് ഏജൻസികളും സ്റ്റോക്കിന് 1980 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റോക്കിന് ഉയർന്ന ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം കമ്പനിയുടെ എബിറ്റ മാർജിൻ 160 ബേസിസ് പോയിന്റ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 21.1%ലേക്കും ഓപ്പറേറ്റിംഗ് മാർജിൻ 188 ബേസിസ് പോയിന്റ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 17.3%ലേക്ക് എത്തിയതുമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1980 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. KP8 ടെക്നോളജി എന്ന സ്റ്റോക്ക് 1770 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് 1700 രൂപ എന്ന ലെവലിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ബ്രേക്കൗട്ട് വന്നിട്ടാണ് സ്റ്റോക്ക് 1925 വരെ ഉയർന്നത്. അവിടെ നിന്നും ആദ്യം സ്റ്റോക്ക് അതിൻ്റെ ബ്രേക്കൗട്ട് ലെവലായ 1700-നെ റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 1700 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഷോർട്ട് ടൈമിൽ സ്റ്റോക്ക് 1980, 2100 തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് ഉയർന്നേക്കാം. അതേസമയം 1700 എന്ന സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഓരോ 100 രൂപ ഡൗൺ സൈഡിലും സ്റ്റോക്കിന്
സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട്. 1600, 1500, 1400 തുടങ്ങിയവയാണ് KPIT ടെക്നോളജിയുടെ ഡൗൺ സൈഡ് ലെവലിലെ സപ്പോർട്ടുകൾ. രണ്ടാമത്തെ അപ്ഡേറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് സ്റ്റോക്ക് 3.30% ഇടിഞ്ഞ് 2475 ക്ലോസിംഗ് നൽകി. 64,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 83.14, 52 വീക്ക് ഹൈ 2979, 52 വീക്കിലോ 316. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊന്നും കാണാൻ സാധിച്ചില്ല. പ്രത്യേകിച്ചും ഷിപ്പ് ബിൽഡിംഗ് സെഗ്മെൻറ്റിലേക്കുള്ള അലോക്കേഷൻ ഫ്ലാറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ PLI സ്കീമുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റും ബഡ്ജറ്റിൽ കാണാൻ സാധിച്ചില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ്. പല സ്റ്റോക്കുകളും 15 മുതൽ 20% കറക്റ്റ് ആവുകയും ചെയ്തു. മസഗോൺ ഡോക്ക് 5860 രൂപയിൽ നിന്നും 16% കറക്റ്റായി 5000 താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 2979 എന്ന ലെവലിൽ നിന്നും 16% കറക്റ്റായി. ഇതോടൊപ്പം തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ 2833 എന്ന ലെവലിൽ നിന്നും 19% കറക്റ്റായി. കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള സ്റ്റോക്കുകളുടെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 2450 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 2250 ആണ് നെക്സ്റ്റ് സപ്പോർട്ട്. ഈ 2250 പോലുള്ള സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമ്മൾക്ക് ട്രെൻഡ് റിവേഴ്സൽ ഉറപ്പിക്കാവുന്നതാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് ചിലപ്പോൾ 2000, 1750 തുടങ്ങിയ സപ്പോർട്ടുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരികയും അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരികയും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയും ചെയ്താൽ വീണ്ടും 2750, 2900 തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്